ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സർക്കുലാർ മോഷനിലെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. അതേപോലെ തന്നെ നമ്മളിന്ന് ഗ്രാവിറ്റേഷനിലെ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്കൊരു റിവിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കി പോകാം. ഞാനെല്ലാം വായിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് ഈ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ വീഡിയോ തീർക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിക്കാൻ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്നുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. അതിൽ ജിയുടെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇതിനടുത്ത് എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിൻ്റെ വെക്റ്റർ ഫോമിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി, അതിൻ്റെ ഇക്വേഷൻ, സർക്കുലാർ ഡിസ്കിലുള്ളത്, റിങ്ങിലുള്ളത്, പൊട്ടൻഷ്യൽ പി ഇൻസൈഡ് ദ സ്ഫിയർ, പി ഔട്ട്സൈഡ് ദ സ്ഫിയർ, യൂണിഫോം തിൻ സ്പെരിക്കൽ ഷെൽ, പി point P inside the shell, point P outside the shell, variation of acceleration due to gravity, effect of altitude, effect of depth, effect of surface earth. The equatorial radius is about 21 km longer than its polar radius. സാറ്റലൈറ്റ് വെലോസിറ്റി ഓർ ഓർബിറ്റൽ വെലോസിറ്റി, ഈ ഇക്വേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓർബിറ്റൽ വെലോസിറ്റി ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നോർമലി എൻട്രൻസിനൊക്കെ. ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ്, എനർജി ഓഫ് എ സാറ്റലൈറ്റ്, പിന്നെയുള്ള ഏതാണ് കെപ്ലേഴ്സ് ലോസ്, ലോ ഓഫ് ഏരിയ, ലോസ് ഓഫ് പീരിയഡ്സ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻസൊക്കെ ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ആക്ച്വലി ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിനൊക്കെയുള്ള സോഴ്സസ്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സോഴ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണം, ഓരോ ഇക്വേഷനെയും സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് സമയം പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, താങ്ക് യു.